പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു സ്വാഗതം. നിങ്ങൾ ഫോണിലൂടെയും ചാറ്റിങ്ങിലൂടെയും ആവശ്യപ്പെട്ട ഒരു വിഷയം, വളരെ ചെറിയ സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നു. ഈ സബ്ജക്റ്റ് വളരെ പ്രയോജനപ്രദമാകുമെന്ന് കരുതിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ പേര് സഞ്ചയനം. സഞ്ചയനം എന്നാൽ നമ്മൾ ഒരു വ്യക്തി മരിച്ചാൽ ചെയ്യുന്ന ഒരു കർമ്മമാണ് സഞ്ചയനം. സഞ്ചയനത്തെക്കുറിച്ച് വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു നിയമമൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിലോ ഇന്ത്യ മഹാരാജ്യത്തോ ഇല്ല. ഓരോ സമുദായക്കാരും ഓരോ രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കാര്യം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു അധ്യായം ചെയ്താൽ അതിനകത്ത് വിമർശനങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാലും അനേകം പ്രേക്ഷകർ ഈ കാര്യം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ അധ്യായം നമ്മളിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. സഞ്ചയനത്തെക്കുറിച്ചും മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചും ആധികാരികമായി പറയുന്നതായ ഒരു ഗ്രന്ഥമാണ് ഗാരുഡ പുരാണം. ഇതാണ് ഗാരുഡ പുരാണം. ഈ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്ക് തരുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ആരും അനുവർത്തിക്കാറില്ല, അല്ലെങ്കിൽ അത് പിന്തുടരാറില്ല. അപ്പോൾ സഞ്ചയനത്തെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ ഭീതി പലതരത്തിലുണ്ട്. എങ്ങനെ വേണം, എപ്രകാരം വേണം, എത്രാം ദിവസം വേണം, എങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും സംശയിക്കുന്നു. അപ്പോൾ നമ്മുടെ ജ്യോത്സ്യനെ കാണുന്നു, അല്ലെങ്കിൽ എന്നിട്ടൊരു കർമ്മി വരുന്നു, ആ കർമ്മി പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ സഞ്ചയനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒറ്റ ദിവസങ്ങളിൽ 5, 7, 9, 11 അങ്ങനെയൊക്കെയുള്ള ഒറ്റ ദിവസങ്ങളിൽ സഞ്ചയനം നടത്താം എന്ന് ഒരു വിഭാഗം പറയുന്നു. 4-ാം ദിവസം സഞ്ചയനം നടത്തുകയാണ് എങ്കിൽ നാളോ പക്കമോ തിഥിയോ ഒന്നും നോക്കാതെ നമുക്ക് സഞ്ചയനം നടത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് എല്ലാ സമുദായക്കാരും അത് അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് നായർ സമുദായക്കാർ സമുദായാചാര്യന്റെ ഇടപെടൽ കാരണം 4-ാം ദിവസത്തെ സഞ്ചയനം കേരളത്തിൽ വ്യാപകമായി നടത്തുന്നുണ്ട്. മരണാനന്തര ക്രിയയുടെ കാര്യത്തിലെല്ലാം ആ സമുദായക്കാർ വളരെയധികം മുന്നോട്ട് പോയിട്ടുമുണ്ട്. സഞ്ചയനത്തിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളും ഒരുപാട് പറ്റിക്കലുകളും നടക്കാറുണ്ട്. ഒരങ്ങൻ ആപ്പിളക്കിയ രീതിയിലാണ് സാധാരണ ഒരു കർമ്മി വന്ന് പെട്ടാൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു മരണം നടന്ന വീട് ആകെ വെപ്രാളത്തിലായിരിക്കും. എങ്ങനെയാണ്, ഇതിന് വല്ല ദോഷമുണ്ടോ, ഇനി മറ്റുള്ളവർക്ക് ദോഷമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകളുടെ ചിന്താമുഖരത്തിൽ വരും. അപ്പോൾ ഈ വരുന്ന കർമ്മി ലാഭേച്ഛയില്ലാതെ ആ കാര്യം നടത്താൻ മാത്രം പ്രാപ്തനാണ് എങ്കിൽ അയാൾ വളരെ ലളിതമായി ആ കാര്യം നടത്തും. മിക്കവാറും നേരെ മറിച്ചാണ് 90% ഉണ്ടാകുക. ഒരു സഞ്ചയനം നടത്തുന്ന കർമ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തേക്കുള്ള ആഹാരത്തിനുള്ള വകയ്ക്ക് അവൻ അവിടെ നിന്ന് ഈടാക്കാനേ സാധാരണഗതിയിൽ നോക്കൂ. അതിന് പേടിപ്പിക്കലാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി മരിച്ചാൽ സഞ്ചയനം നമ്മൾ നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് പിണ്ണനൂൽ എന്ന് പറയുന്ന ദോഷം ഉണ്ടോ ഇല്ലയോ എന്നാണ്. പിണ്ണനൂൽ ദോഷം ഏതൊക്കെ നക്ഷത്രത്തിൽ മരിച്ചാലാണ് ഉണ്ടാവുക? തൃക്കേട്ട, രേവതി, പൂരം, പൂരാടം, പൂരൂരുട്ടാതി, തിരുവാതിര, ചോതി, ഇത്രയും നക്ഷത്രങ്ങളിൽ ഒരു മരണം നടന്നാൽ പിണ്ണനൂൽ ദോഷമുണ്ട്. അതിന് പരിഹാരം ചെയ്യണം. അതിന് വേണ്ട പരിഹാരം ഈ ബലിക്രിയകളിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നിയമം. ഇത് ഇല്ലാത്ത നക്ഷത്രത്തിൽ മരിച്ചാലും പല സ്ഥലത്തും നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ ദോഷമുണ്ട് എന്നൊക്കെ ഇവർ പറയും. അങ്ങനെ നമ്മളെ പറ്റിക്കാറുണ്ട്. അത് സർവ്വസാധാരണ സംഭവമാണിത്. ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷെ നടക്കുന്ന സംഭവം പറയുന്നു എന്നുള്ളതാണ്. അത് ഒരു ദോഷം, അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബലി നക്ഷത്രം
എന്ന ഒരു ദോഷമുണ്ട്. ഒരു വ്യക്തി മരിച്ചാൽ രോഹിണി, ഉണർതം, ഉത്രം, വിശാഖം, ചിത്തിര, തൃക്കേട്ട, തിരുവോണം, അവിട്ടം, രേവതി നാളുകളിലാണ് മരിക്കുന്നതെങ്കിൽ ബലി നക്ഷത്രം എന്ന് പറയും. ബലി നക്ഷത്രത്തിൽ മരിച്ചാൽ കാലന് ബലി കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. കാലിന് ബലി കൊടുക്കുക. അത് ആം, സാധാരണഗതിയിൽ ഈ കർമ്മം നടക്കുന്ന സമയത്ത് ചെയ്യേണ്ട കർമ്മമാണ്. കാലിന് ബലി കൊടുക്കുക. അതിന് പ്രത്യേക ഒരു പിണ്ഡം തയ്യാറാക്കി ആ ബലി അർപ്പിക്കുക എന്നുള്ളതാണ് ആ കാര്യം. വ്യാപകമായി നമ്മുടെ നാട്ടിൽ നമ്മളെ പറ്റിക്കുകയും തട്ടിക്കുകയും ചെയ്യുന്ന വേറൊരു കാര്യം പഞ്ചമീല മരണമാണ്. പഞ്ചമീല മരണം പഞ്ചകവുമായി ഇവർ കൂട്ടിക്കുഴയ്ക്കും. പഞ്ചമിയിലാണ് മരണം. ആ വീട്ടിൽ 5 മരണം നടക്കും. അതിന് വിപുലമായ പൂജ വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നെല്ലാം പറഞ്ഞു. പഞ്ചമില് ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കുക, പഞ്ചമിയിൽ മരണം നടന്നാൽ യാതൊരു ദോഷവുമില്ല. അത് നമ്മളെ വഹിക്കുന്ന പരിപാടിയാണ്. പഞ്ചമിയിൽ മരണം നടന്നാൽ നമ്മൾ ഭയക്കേണ്ടതില്ല. എന്നാൽ പഞ്ചകം എന്ന് പറയുന്ന ദോഷമുണ്ട്. അവസാനത്തെ 5 നാളുകൾ. അവിട്ടം അര, ചതയം, പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഈ അവസാനത്തെ 5 നാളുകളിൽ മരിച്ചാൽ പഞ്ചകദോഷം എന്ന് പറയും. അതിന് കൊടിയ ദോഷമുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പഞ്ചകദോഷം വരുമ്പോൾ അതിന് പരിഹാരം ചെയ്യണം. അതിന് ഈ കൃതിയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പഞ്ചകത്തിലാണ് മരിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കർമ്മി അല്ലെങ്കിൽ അവിടെ വരുന്നതായ കർമ്മം ചെയ്യുന്ന വ്യക്തി ദർഭ കൊണ്ട് 6 ഇഞ്ച് നീളത്തിൽ ഒരു കൃത്രിമ ഡെഡ് ബോഡി ഉണ്ടാക്കി, 4 കൃത്രിമ ഡെഡ് ബോഡി ഉണ്ടാക്കി, അതും ഈ മരിച്ച വ്യക്തിയുടെ ചിത പോലെ തന്നെ ചെറിയ ചിതയുണ്ടാക്കി അവിടെ കർമ്മം ചെയ്യണം എന്ന് നാം അനുശാസിക്കുന്നു. അതാണ് അതിന് ചെയ്യേണ്ട പ്രധാന കാര്യം. പിന്നെ പഞ്ചകത്തിൽ മരിച്ചാൽ അതൊരു ദോഷമുള്ള കാര്യമായതുകൊണ്ട് പ്രധാനമായിട്ട് ശേഷക്രിയ ചെയ്യുന്ന വ്യക്തി സാധാരണ കുല വീടിയതിന് ശേഷം അയാളുടെ നാളിൽ തൊട്ടടുത്ത നല്ല ശിവക്ഷേത്രത്തിൽ അയാളുടെ പക്കപ്പിറന്നാൾ തോറും ഒരു കൊല്ലം മുഴുവൻ മൃത്യുഞ്ജയ ഹോമം നടത്താം. മറ്റ് അതുമായി ബന്ധപ്പെട്ട് തൊട്ടുനിന്ന ആളുകൾ അവർക്ക് ആകെ ഒരു മൃത്യുഞ്ജയ ഹോമം മതി. അതാണ് അതിൻ്റെ ഒരു പ്രധാന പരിഹാരം. പിന്നെ സാധാരണഗതിയിൽ മരണം കഴിഞ്ഞ് 41 ദിവസം കഴിഞ്ഞാൽ പഞ്ചകത്തിലാണ് മരണമെങ്കിൽ അനേകതരം പൂജകൾ നമ്മുടെ വീട്ടിലെ വെച്ച് നടത്താൻ ഇവർ നിർദ്ദേശിക്കും. മറ്റ് ഒരുപാട് ചെലവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ പേരിൽ വരുത്തിക്കൂട്ടും. സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 41 ദിവസത്തിന് ശേഷം നല്ല ശിവക്ഷേത്രത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ ഒരു ഇടങ്ങഴി നല്ലെണ്ണ വാങ്ങി ശിവന് അഭിഷേകം നടത്താം. വേണമെങ്കിൽ ഒരു ചന്ദ്രക്കല ചാർത്താം. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം. അല്ലാത്ത സാധാരണഗതിയിലാണെങ്കിൽ നമ്മുടെ ഗരുഡ പുരാണം പറയുന്നത് ഇത്രയും കാര്യമാണ്. 4 ഗർഭ കൊണ്ടുണ്ടാക്കുന്ന കൃത്രിമ ബോഡി ദഹിപ്പിച്ച് ആദ്യത്തെ ബോഡിക്ക് ചെയ്ത അതേ കർമ്മങ്ങളും ക്രിയകളും ചെയ്യുക. അതുപോലെ ബലികർമ്മങ്ങളിലും ഈ കാര്യങ്ങൾ ചെയ്യുക. ഇനി ഒരു വ്യക്തി മരിച്ചാൽ ബ്രാഹ്മണനാണെങ്കിൽ പുല 10 ദിവസം, ക്ഷത്രിയന് 12 ദിവസം, വൈശ്യന് 15 ദിവസം. അല്ലാത്തവർക്ക് പുല അങ്ങനെ നീണ്ടു പല നിയമങ്ങളുണ്ട്. ഇതൊന്നും ക്രോഡീകരിച്ച ഏകീകരിച്ച നിയമങ്ങളല്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ പ്രക്രിയ നടന്നു വരുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും അജ്ഞത കൊണ്ടും അതുപോലെ അറിവുകേട് കൊണ്ടും നേരത്തെ പറഞ്ഞ രീതിയിൽ ആളുകൾ ആപ്പിലാവുന്ന ഒരവസ്ഥയാണ് അവിടെ നടക്കുന്നത്. സാധാരണ ഒരു വീട്ടിൽ മരണം നടന്നാൽ ഈ കർമ്മി ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആളുകളെ നോക്കി, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ നോക്കിയായിരിക്കും പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, അങ്ങനെ 27 നാളുകളുടെയും പേരുകൾ പറഞ്ഞു. ഇവർക്കെല്ലാം ആ ദോഷം, ഈ ദോഷം, മറ്റത് മറിച്ചത്.
ചിലർ പറയും 28 നാളും പറയും. ആളുകൾ 27 ഉള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞു വരുമ്പോൾ 28 നാളും പറയും. ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ആളുകളാകെ ബേജാറാവും. ആളുകളാകെ വിഷമത്തിലാവും, ബുദ്ധിമുട്ടിലാവും. മരണം നടന്നിരിക്കുകയാണ്. അതിനെ തുടർന്ന് വീണ്ടും അനർത്ഥങ്ങളും കുഴപ്പങ്ങളും വീട്ടിലുണ്ടായാൽ എത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു പേടിച്ചിട്ട് ഇവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇനി നമുക്ക് സഞ്ചയനത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. 4-ാം ദിവസം പറഞ്ഞാൽ 4-ാം ദിവസം നമുക്ക് നാളും പക്കവും തിരിയും നോക്കണ്ട. സാമാന്യം നല്ല സമയം മതി. 5-ാം ദിവസം, 6-ാം ദിവസം, 5-ാം ദിവസം, 7-ാം ദിവസം, 9-ാം ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിണ്ടദാതാവിന്റെ അഷ്ടമരാശിക്കൂറ്, മരിച്ചയാളുടെ അഷ്ടമരാശിക്കൂറ്, ഇങ്ങനെ പല കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നോക്കിയിട്ടേ നമുക്ക് കാര്യം നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഏതൊക്കെ തിഥി നമുക്ക് ഉപയോഗിക്കാം ഇതിനു വേണ്ടി? കറുത്ത പക്ഷത്തിലെ പഞ്ചമി, സപ്തമി, അതുപോലെ നവമി, അതുപോലെ തന്നെ ത്രയോദശി, ഇങ്ങനെയൊക്കെയുള്ള തിഥികൾ നമുക്ക് സഞ്ചയന കർമ്മത്തിന് ഉപയോഗിക്കാവുന്നത്. ഒന്നും ആരും നോക്കാറില്ല. കാരണം അത് നോക്കാൻ സമയമില്ല, എന്ന് നോക്കാനുള്ള വിവരവും ഉണ്ടാവില്ല. പിന്നെ മുറിനാളുകളാണ്. മുറിനാളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുറിനാളുകൾ എന്താണ് എന്ന്. കാർത്തിക, അശ്വതി, ഭരണി, കാർത്തിക. അശ്വതിയും ഭരണിയും പൂർണ്ണമാണ്. കാർത്തിക മുറിനാളാണ്. കാർത്തിക, മകീരം, പുണർദം, ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രാടം, അനിഴം, പൂരൂരുട്ടാതി മുതലായ നാളുകൾ മുറിനാളുകളാണ്. യാതൊരു കാരണവശാലും മുറിനാളുകളിൽ സഞ്ചയനം നടത്താൻ പാടില്ല. പല സ്ഥലത്തും ഇങ്ങനെ മുറിനാളുകളിൽ സഞ്ചയനം നടത്തുന്നതായി കണ്ടിട്ടുണ്ട്. അടുത്ത നാളിൽ ഒരു സഞ്ചയന വീട്ടിൽ പോയപ്പോൾ മകീരം നക്ഷത്രത്തിലാണ് സഞ്ചയനം നടത്തുന്നത്. കർമ്മി ശുക്ലാംബരതരം മറ്റും ചൊല്ലി പല പല ശ്ലോകങ്ങളൊന്നും ശരിയായ രീതിയിലല്ല ഇത്. നമുക്കിതൊന്നും പറയാൻ അർഹതയില്ല. ഇതെല്ലാം കഴിഞ്ഞ് സഞ്ചയനം കഴിഞ്ഞ ആളുകൾ മസാല ദോശയൊക്കെ തിന്നുന്നതിനിടയിൽ കർമ്മി അവിടെ വന്നപ്പോൾ ഞാൻ ചെവിട്ടിൽ ചോദിച്ചു, എന്താണ് ഇങ്ങനെ മുറിനാളിൽ താങ്കൾ സഞ്ചയനം വെച്ചത്? അതിപ്പോ ഇത് പുതിയ യുഗമാണ്, നമ്മൾ കാലം മാറി, എനിക്ക് ഇന്ന് തന്നെ 2 സഞ്ചയനമുണ്ട്, നാളെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ വെക്കാന്ന് വെച്ചാൽ നാളെ വേറെ ഇതിനേക്കാൾ കൂടുതൽ. അപ്പൊ അതനുസരിച്ചിട്ട് ഇന്ന് ആ കർമ്മം നടത്തി അങ്ങോട്ട് വിടുകയാണ്. ഇതാണ് ട്രെൻഡ്. അപ്പൊ മുറിനാളിൽ സഞ്ചയനം നടത്താൻ പാടില്ലാത്തതാണ്. അതുപോലെ തിഥി നമ്മൾ നോക്കേണ്ടതാണ്. തിഥികൾ നമ്മൾ നോക്കാറില്ല, മുറിനാളുകൾ നോക്കാറില്ല. അതുപോലെ പല കാര്യങ്ങളും അത്. പിന്നെ അതുപോലെ മരിച്ചാൽ ഒരു ഉദയം മുതൽ അടുത്ത ഉദയം വരെയാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം. രാത്രി 12 മണി കഴിഞ്ഞാൽ പുതിയ ദിവസം തുടങ്ങുന്നത് സത്യത്തിൽ ഇംഗ്ലീഷുകാർക്കാണ്. നമ്മൾക്ക് ഒരു ഉദയം മുതൽ അടുത്ത ഉദയം വരെയാണ് ഒരു ദിവസം. പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പൊ രാത്രി 12 മണി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷുകാർ കണക്കാക്കുന്ന രീതിയിൽ പുതിയ ദിവസമല്ല, അത് ഒന്നായി കണക്കാക്കണം. പുലർന്നാൽ 2ആയി മാറും. അതാണ് അതിൻ്റെ വേറെ ഒരു നിയമം. ഇതുപോലെ 100 കാര്യങ്ങൾ ഈ സഞ്ചയന കാര്യത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇത് പറയാം എന്നല്ലാതെ, വെറുതെ പറഞ്ഞ് നമ്മൾ ഫലിപ്പിക്കാം എന്നല്ലാതെ ഒരിടത്തും ഇത് പ്രാവർത്തികമായി സാധാരണയായി കാണാറില്ല. കുറിനാളിൽ സഞ്ചയനം നടക്കുക, അതുപോലെ അഷ്ടമരാശിക്കൂറുള്ള നക്ഷത്രത്തിൽ സഞ്ചയനം നടക്കുക, അതുപോലെ ഇരട്ട ദിവസങ്ങളിൽ സഞ്ചയനം നടക്കുക, ഇങ്ങനെയൊക്കെ സ്ഥിരമായി കാണുന്നുണ്ട്. കാരണം ഈ ചെയ്യുന്ന കർമ്മികളുടെ എല്ലാം തിരക്കാണ് ഇതിന് കാരണം. പിന്നെ ഇതിനോട് അനുബന്ധിച്ച് വരുന്നതായ തട്ടിപ്പുകളും പൂജകളും. അവിടെയാണ് മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ അന്തരീക്ഷത്തിൽ ചെന്ന് പെടുന്നത്. നമുക്ക് ഉടയ്ക്കാനും നിവൃത്തിയില്ല, തുളയ്ക്കാനും നിവൃത്തിയില്ല. ആകെ വല്ലാത്ത ഒരു ഘട്ടത്തിൽ ചെന്ന് പെടും. കാരണം നടന്നിരിക്കുന്നത് മരണമാണ്. ഇതിനെ തുടർന്ന് വീണ്ടും അനർത്ഥമുണ്ടായാലോ എന്നുള്ള ചിന്ത കൊണ്ട് നമ്മൾ അതിന് വഴിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഒരു സഞ്ചയന കർമ്മം നമ്മൾ എങ്ങനെ നടത്തണം എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഞ്ചയനത്തിന് വരുന്നതായ ദോഷങ്ങൾ: പിണ്ണനൂൽ ദോഷം, ബലി നക്ഷത്രം, അതുപോലെ പഞ്ചക ദോഷം മുതലായ ദോഷങ്ങളാണ് പ്രധാനമായ ദോഷമായിട്ട് വരുന്നത്. അല്ലാതെ വലിയ കാര്യഗൗരവമായ ദോഷങ്ങളൊന്നും സാധാരണ മരണത്തിൽ വരുന്നില്ല.
അതിന് അനാവശ്യ പൂജകളും ഒരിടത്തും പറയുന്നില്ല. അതുപോലെ ബലി നക്ഷത്രത്തിന് ചെയ്യേണ്ടതായ കർമ്മമുണ്ട്. പഞ്ചകത്തിന് ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്. പഞ്ചകവും പഞ്ചമിയും തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. ഇവിടെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് പഞ്ചകത്തിനെ പഞ്ചമിയാക്കുകയും പഞ്ചമിയെ പഞ്ചകമാക്കുകയും ചെയ്യും. കാരണം പഞ്ചമിയിൽ മരണം നടന്നാൽ 5 മരണം എന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഒരിക്കലും ഒരാളും അത് സമ്മതിച്ചു കൊടുക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു സഞ്ചയനത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയാവുന്നത്. പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ വിശ്വാസപ്രകാരം മരണശേഷം ചെന്ന് ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ട് ഈ മരണത്തിന് വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അവരുടെ മനോരഥം അനുസരിച്ച് അവരുടെ മനസ്ഥിതി അനുസരിച്ച് അവര് വ്യാഖ്യാനിക്കും. പലതും വ്യാഖ്യാനിക്കും. സുദർശന ഹോമം നടത്തണം, മറ്റു പലതും നടത്തണം, അതുപോലെ ഇരുത്തണം, നിർത്തണം, കിടത്തണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇതൊന്നും നമുക്ക് നിർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായങ്ങൾക്ക് ഇതൊന്നും വർജിക്കാനോ ഒരിക്കലും സാധിക്കാറില്ല. കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള തിയറിയിൽ എല്ലാവരും ആ സമയത്ത് ഇതിന് വഴങ്ങുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകരെ ഓർത്തിരിക്കുക, ഇത് മരണം എല്ലാവർക്കും അനിവാര്യമായ വിഷയമാണ്. അതിനെ തുടർന്ന് വരുന്ന കർമ്മങ്ങൾ ചിലരിപ്പോൾ ധൈര്യമുള്ളവര് അല്ലെങ്കിൽ മതവിശ്വാസികളല്ലാത്തവര് ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കും. അതുപോലെ മറ്റു ചിലര് മരണ ദിവസം കർമ്മം കഴിഞ്ഞാൽ തിരുനാവായ പോലെയുള്ള സ്ഥലത്തോ തിരുനെല്ലി പോലെയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആലുവ തേവരുടെ മുന്നിലോ പോയി കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ വിവിധ തരത്തിലാണ് ഇതിന്റെ ആചാരങ്ങൾ നടന്നു വരുന്നത്. ഈ ആചാരങ്ങളെ തിരുത്താനോ ഈ ആചാരങ്ങളെ മാറ്റാനോ ഒരിക്കലും നമുക്ക് അവകാശമില്ല. അത് ഓരോ സമുദായക്കാരും ഓരോ രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിനീതമായി പറയുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ നടക്കുന്ന അഴിമതികളും തട്ടിപ്പുകളും നിങ്ങൾ സൂക്ഷിക്കുക. അത്രമാത്രമാണ് ഈ കൊച്ചധ്യായത്തിൽ പറയാനുള്ളത്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും കാണാം.